ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ മലപ്പുറത്ത് റെഡ് അലേർട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ നല്ല മഴയാണ്. കാലാവസ്ഥ വളരെ വീക്കാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് മഴയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കാലാവസ്ഥ കാരണം കൊണ്ട് തന്നെ ഇത്തിരി തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ സെയിം മെത്തേഡോട് കൂടി തന്നെ ചെയ്യാം കേട്ടോ. റിബൺസ്, ഈ ഒരു റിബൺസിനും ഈ ഒരു മെറ്റീരിയൽസിൻ്റെ സെറ്റായിട്ട് ഒത്തിരി ആളുകൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തേക്ക് പോസ്റ്റിങ് നടക്കില്ല കേട്ടോ. നമുക്ക് ഒന്നാമത് പുറത്തിറങ്ങി പോകാനുള്ളൊരു ഇതില്ല, അത്രക്ക് മഴയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് പോസ്റ്റിംഗ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. നമ്മൾ ഇനിയിപ്പോൾ റിസ്ക് എടുത്ത് മഴയെല്ലാം കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാലും പോസ്റ്റിംഗ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചത്തേക്ക് ഇൻഷാ അല്ലാ നമ്മൾ പോസ്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അതുപോലെ നമ്മുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഇതുവരെ എത്തിയില്ല കേട്ടോ. ഒത്തിരി ടെൻഷൻ, എന്താണെന്ന് അറിയില്ല. ആ ഭാഗത്തെല്ലാം മഴ ഉണ്ടായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. തെക്കിന്ത്യൻ ഭാഗത്തു നിന്നാണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മഴയുടെ കാരണം കൊണ്ടാണോ ട്രാക്കിംഗ് പ്രശ്നം കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങളുണ്ട് കേട്ടോ. എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ സെയിം മെത്തേഡിൽ 9 പീസാണ് നിങ്ങൾ കട്ടാക്കി എടുക്കേണ്ടത് കേട്ടോ. നമ്മളിവിടെ 9 പീസ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യാൻ പോണത്, അതിൽ സൂചി കോർത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സെൻറ്ററിലൂടെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 അറ്റവും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം പിളർന്നുകൊണ്ടിരിക്കും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് അത്യാവശ്യം നല്ല കനത്തിലുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള റിബൺസാണ്. അതുകൊണ്ടാണ് അതിൽ സൂചി ഓടാനൊക്കെ ഇത്രയും പ്രയാസമുള്ളത് കേട്ടോ. പിന്നെ ചില ആളുകൾക്ക് ഈ ഒരു റിബൺസിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ, അവർ ചോദിക്കുമ്പോൾ ഈ ഒരു ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോഴും അവർക്കിത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അറിയില്ല. അവർ പറയുന്നത് സാധാരണ സെപ്പറേറ്റ് ആയിട്ട് വൈറ്റ്, ഗ്രീന്, ഓറഞ്ച് സാറ്റിൻ്റെ റിബൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുന്ന വർക്കാണ് അവർക്ക് അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു അരഞ്ചിയുടെ റിബണാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല രീതിക്ക് ഒരു എയർബോ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോ വീഡിയോസിലും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒത്തിരി ആളുകൾ പേഴ്സണലായിട്ട് നമ്മളോട് ഇങ്ങനെ ഓരോ വീഡിയോസ് ചോദിക്കുമ്പോൾ, നമ്മൾ ചെയ്ത വീഡിയോസ് തന്നെ നമ്മളോട് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോസിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ബാക്കിയെല്ലാം അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 9 പീസ് ടോട്ടൽ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, നിങ്ങൾ വൈറ്റ് ഹെയർ ബാൻഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. വൈറ്റ് ഹെയർ ബാൻഡ് അല്ലെങ്കിൽ അതിനോടൊരു സെറ്റായിട്ടുള്ള ഹെയർ ബാൻഡ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലെ മെറ്റലിൻ്റെ ഹെയർ ബോ, സിൽവറും ഗോൾഡും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്നിട്ട് ആ ഒരു ഹെയർ ബോയിലോട്ട് പോളൻസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പോളൻസിൽ ഞാൻ ഓറഞ്ച് കളറാണ് യൂസ് ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങൾ അത് നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഗ്ലൂ സ്റ്റിക്ക് നല്ലോണം ചൂടായിട്ടില്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ചൂടായി കഴിഞ്ഞാലും ഇതിന് ചെറിയൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ ഒട്ടിച്ച് എടുത്ത പാടനെ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞ പാട് അതൊന്ന് അടർന്ന് പോരുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ ഗ്ലൂ സ്റ്റിക്കിൽ തന്നെ ഒരുപാട് കമ്പനി ഐറ്റംസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത് ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞ കമ്പനിയാണോ എന്ന് തോന്നുന്നുണ്ട്. ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഗ്ലൂ ഗണ്ണിനല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ ഉള്ളിലുള്ള പശയാണ് കേട്ടോ. ആ ട്യൂബാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, നമ്മൾ അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇളകി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ P7000 ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒക്കെ ആയതുകൊണ്ടാണ് എനിക്കത് വെയിറ്റിങ്ങിന് ടൈമില്ല.
ഓക്കെ, പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുത്ത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എടുത്തത് ഞാനൊരു 11 മണി ആയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില അപാരതകളൊക്കെ ഇതിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് 1 ആയിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരികയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 മീറ്ററൊക്കെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 ഹെയർ ബോ ഒക്കെ എങ്ങനെ ആയാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ. 1 മീറ്ററൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 3 ഹെയർ ബോയോ അല്ലെങ്കിൽ 2 ഹെയർ ബോയോ ഒക്കെ 1 മീറ്ററിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് 1 മീറ്ററിൻ്റെ അളവ് എടുത്തിട്ട് ചെയ്യാമല്ലോ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ടാപ്പ് എടുക്കാൻ വിട്ടു പോയിട്ടോ വർക്കിൻ്റെ ടൈമിൽ. അതുകൊണ്ടാണ് ഞാൻ മീറ്റർ അളവ് കാണിക്കാഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒട്ടുന്ന ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ B7000 ഗ്ലൂ യൂസ് ആക്കാഞ്ഞത് നമുക്ക് ഇത്തിരി ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ കുറച്ച് നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം കാണിച്ചതിന് നമ്മളിങ്ങനെ ലെങ്ത്ത് കൂട്ടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു 45 രൂപ 50 രൂപ ആ ഒരു റേറ്റിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ എന്താ പറയുക ത്രെഡ് കൊണ്ട് ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ബീഡ് അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു വൈറ്റ് ബീഡിന് പകരം ബ്ലൂ ആയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ബ്ലൂ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു കളറ് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും വൈറ്റ് ബീഡ്സും അതുപോലെ ഇതിൽ കാണുന്ന ഈ പോളൻസ് റിബൺസ് എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ടൈമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. ഇതിന് കൂടുതൽ പഠിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം കൂടിയാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേക്ക് അധിക ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ ഇതുപോലത്തെ വർക്കുകൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന ഒരു വരുമാനം ഉണ്ടാക്കുക. ഓക്കെ, ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.